നീങ്ങിക്കാൻ തരാൻ ശ്രദ്ധിച്ചില്ലേ? ഇയാൾക്ക് എന്താ ശ്രദ്ധിക്കില്ലാത്ത? അയ്യോ എന്റെ ഉണ്ട് വീഡിയോ. ചില കണ്ടക്ടർ ചേട്ടനും അടുത്ത വന്നൊരു മാറിയാണ്. കണ്ടക്ടർ ചേട്ടൻ എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തെ ഏറ്റവും എന്താ പറയാ റെസ്പെക്ട് ഉണ്ട് മോളുടെ അടുത്ത്. കാരണം എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സമ്പൂർണ്ണ അപരാധിയാണ്. സ്വന്തം മക്കള് പോലും ഇവന്റെയൊക്കെ അടുത്ത് സേഫ് അല്ല. ഇവനൊക്കെ കുടുംബവും ഗോത്രവും ഉണ്ടോ ഇല്ലേ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയാം, ഇവനൊരു മകളുണ്ടെങ്കിൽ ആ മകൾ പോലും ഇവന്റെ അടുത്ത് സേഫ് അല്ല. 100% കാരണം അമ്മാതിരി ഒരു സമ്പൂർണ്ണ അപരാധമാണ് അവൻ ബസ്സിലൊരു കുട്ടിയുടെ അടുത്ത് കാണിച്ചിട്ടുള്ള. ട്രിവാൻഡ്രം ബസ് റൂട്ടാണ്. എന്തായാലും ഒരു സമ്പൂർണ്ണ മോനാണ് ഈ മോനെന്ന് ഇവന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒരുത്തനും ഇതുപോലെ ചെയ്യരുത്. ഒരു സ്ത്രീകളുടെ മേലും അല്ലെങ്കിൽ ഒരു പെൺകുട്ടികളുടെ മേലും ഒരുത്തനും ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യരുത്. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഈ പെൺകുട്ടി പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അവൻ കരഞ്ഞു കാല് പിടിച്ചാലും അവന് കുടുംബവും ഗോത്രവും ഉണ്ടെന്ന് അവൻ പറഞ്ഞ് വീണ് കിടന്ന് മോങ്ങിയാൽ കൂടി ഇവനെ ഒന്നും വിടരുത്. കാരണം ഇവനെപ്പോലുള്ള നാറികൾ കാരണമാണ് ഈ സൊസൈറ്റി ഇത്രയും വെറും ആയി മാറുന്നത്. ഇവനൊക്കെ ഇങ്ങനെ മൂഞ്ചിയ പരിപാടി കാണിക്കുന്നത് കൊണ്ട് മാത്രം. എന്തിനാണ് മനസാക്ഷി കാണിക്കുന്നത്? ഒരിക്കലും ഇവന്റെ അടുത്തൊക്കെ മനസാക്ഷി കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഇവന്റെയൊക്കെ ഭാര്യയും മകളും പോലും ഇവന്റെ അടുത്ത് സേഫ് അല്ല. എന്തായാലും ബസ് റൂട്ട് ട്രിവാൻഡ്രം ആയാലും വോട്ടവർ ട്രിവാൻഡ്രം ആയാലും എവിടെ ആയാലും ഇവൻ കേരളത്തിലുള്ള നാറിയാണ്. അത് ഈ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഇവൻ ഒരു പെൺകുട്ടിയുടെ അടുത്ത് കാണിച്ച പരിപാടി നമുക്ക് എന്തായാലും കാണാം. കണ്ടല്ലോ അവന്റെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അവന്റെ കൈ കണ്ട അടിസക്ക അയ്യോ നിക്കണോക്ക് വെള്ളരിക്ക കട്ട വഴുതനങ്ങ തണ്ട്. അവൻ ബാഗും തൂക്കി അവൻ നിക്കണം പോക്കറ്റില് പാനയും വെച്ച്. ഇവിടെ കൈ ഇരിക്കത്തുള്ളൂ. ഇത്രയും സ്ഥലമുണ്ട് നീങ്ങിക്കാൻ. ഇത്രയും സ്ഥലം നീങ്ങിക്കാണ്ട് ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇയാൾക്ക് എന്തുവായിരുന്നു? ബാഗ് കയ്യിലായിരിക്കുന്നേ, ബാഗിന്റെ ഇടയെ പിടിക്കുന്നു, അടുത്തൊക്കെ വിരൽ കൊണ്ട് നീക്കുന്നു. എന്തോ നമ്മൾ കൊട്ടന്മാരാ ഇവിടെ ഇരിക്കുന്നവര്. ഇത് ഒരിക്കലല്ല, ഞാൻ ഒരിക്കൽ ഇയാളെ നോക്കിയതാ. ഇറങ്ങി അയ്യോ ശ്രദ്ധിച്ചില്ല. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇയാൾ ആരെയാ പൊട്ടം കളിപ്പിക്കുന്നത്? ഇത്രയും സ്ഥലം ബാഗിന്റെ ഇത്രയും ഉണ്ടായിട്ട് ഇവിടെ കൈ വെച്ച് ഇങ്ങനെ തൊട്ടിട്ട് ആരെന്ത് പൊട്ടന്മാരെന്നാ വിചാരം? ശ്രദ്ധിച്ചില്ലേ? ഇയാൾക്ക് എന്താ ശ്രദ്ധിക്കില്ലാത്ത? എന്താ ഞാൻ ഒരിക്കൽ നോക്കിയതാ. അപ്പൊ ഇയാൾക്ക് കൈയെടുത്ത് മാറ്റാൻ അറിയാമോ? അറിയായിരുന്നോ? അയ്യോ എന്റെ ഉണ്ട് വീഡിയോ. കലക്കെ കണ്ടല്ല അവന്റെ കൈ എവിടെയാണ് പോയതെന്ന്. അപ്പൊ നിങ്ങൾക്ക് തോന്നും കൂടെ അറിയാടെ കൈ തട്ടിപ്പോയല്ലട്ടാ എന്ന് ചിലപ്പോ ചിലർക്കെങ്കിലും തോന്നിയേക്കും. ഒരിക്കലുമല്ല. ഞാൻ എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഡാനിയുടെ അടുത്ത് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്പൂർണ്ണ അപരാധി ഈ കുട്ടിയെ വിളിച്ച് മാപ്പ് എന്തോ പറഞ്ഞെന്നൊക്കെയാണ് അറിയുന്നത്. എനിക്ക് അതിൽ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത തെറ്റായത് കൊണ്ടല്ലേ. ചിന്തിക്കും. പിന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവൻ ചിലപ്പോൾ നിന്നെ വിളിച്ച് കരഞ്ഞു കാണും. ഇവന് കുടുംബവും ഗോത്രവും മക്കളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു കാണും. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരിക്കലും ഇവനെ ഒന്നും വെറുതെ വിടരുത്. കാരണം അവനൊരു മകളുണ്ടെന്നുള്ള ചിന്ത അവനുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ മേലിൽ ഇതുപോലെ അവൻ ചെയ്യത്തില്ല. എന്ത് ചെയ്യത്തില്ല? ഇങ്ങനെ കയറി തട്ടത്തില്ല. ഇവന് എന്ത് സുഖമാണ് ഈ 2 വിരൽ വെച്ച് തട്ടിയെന്ന് കിട്ടിയെന്ന് എനിക്കിതുവരെ പിടിയിട്ടല്ല. സമ്പൂർണ്ണ അപരാധി എന്ന് പറഞ്ഞ ടാഗ് ലൈൻ ഇവനെ എഴുതി കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം. ഇത് പറയുമ്പോൾ ഞാൻ വലിയ വലിയ നല്ലവനാണെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. വിഷയം വേറൊന്നുമല്ല. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ ഭാഗത്തുനിന്ന് അറിയാതെ ഒരു സ്ത്രീയുടെ മേളിൽ കൈ തട്ടിയ കൂടി ഞാൻ പെട്ടെന്ന് സോറി പറയും. അത് ഓട്ടോമാറ്റിക്കലി എനിക്ക് വരുന്ന സാധനം. ഓട്ടോമാറ്റിക് വരും. അത് പയ്യന്മാരെ നേരത്ത് തട്ടിയാലും ഞാൻ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സോറി എന്നുള്ള രീതിയിൽ പറയാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ആ സാധനം വരും. ഞാൻ ഭയങ്കര നല്ലവനോന്നോ നന്മമരമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധനം വരും. ആ സ്ഥാനത്ത് ഇവനൊക്കെ നിന്ന് അവന്റെ 2 വിരൽ, എന്നിട്ട് അവൻ ഒരു വിരൽ ഇങ്ങനെ കയറ്റി പിടിക്കുകയാണ്. അവിടെ ചുറ്റും നിൽക്കുന്ന അണ്ണന്മാരൊക്കെ എല്ലാവർക്കും ഞാൻ ഒരു അവാർഡ് തരാം. പിന്നെ കണ്ടക്ടർ ഏട്ടൻ സല്യൂട്ട്, സൂപ്പർ ഏട്ടാ, കലക്കി ഏട്ടാ കണ്ടക്ടർ ഏട്ടാ. എന്തായാലും ആ കൊച്ചു ഇതിനുമായി റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ശ്രദ്ധിച്ചില്ലേ? ഇയാൾക്ക് എന്താ ശ്രദ്ധിക്കില്ലാത്ത? എന്താ ഞാൻ ഒരിക്കൽ നോക്കിയതാ. അപ്പൊ ഇയാൾക്ക് കൈയെടുത്ത് മാറ്റാൻ അറിയാമോ? അറിയായിരുന്നോ? അയ്യോ എന്റെ ഉണ്ട്
അടുത്ത വീഡിയോ. ചില കണ്ടക്ടർ ചേട്ടനും അടുത്ത വന്ന ഒരു മാണിയാണ്. കണ്ടക്ടർ ചേട്ടൻ എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള അവാർഡ് വാങ്ങാൻ പോകുന്നത് മാണിയാണ്. എന്നെ ആരെങ്കിലും കുത്തിക്കൊന്നാലും എന്നെ കൊന്നാലും ഞാൻ ടിക്കറ്റ് കൊടുക്കും, ഞാൻ തിരിഞ്ഞ് നോക്കത്തില്ല എന്ന പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടക്ടർ ഏട്ടായി ഇത്രയും അവിടെ നടക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം വരുന്നതിനിടയിലും ആ പെൺകുട്ടി ഇതുമായി റിലേറ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിലും കണ്ടക്ടർ ചേട്ടൻ ടിക്കറ്റ് അടിക്കുന്നതിന്റെ തിരക്കിലാണ്. വേറൊന്നുമില്ല, സ്വന്തം മകളോ ഒന്നല്ലല്ലോ, സ്വന്തം മകളോ അമ്മയോ പെങ്ങളോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല അല്ലെ. സത്യം പറയാലോ, ഞാൻ ആ ബസ്സിൽ ഉണ്ടായിരുന്നു, എന്റെ മോനെ പൊട്ടിക്കുമായിരുന്നു. വേറെ തിരിഞ്ഞു വരും നോക്കത്തില്ല, പൊട്ടിക്കുമായിരുന്നു. ഉള്ള കാര്യം ഞാൻ പറയാം. ഇങ്ങനെ ഒരു സമ്പൂർണ്ണ പരാതി എന്റെ കൺമുന്നിൽപ്പെട്ട ഞാൻ പൊട്ടിക്കും. സത്യം ഉള്ള കാര്യം ഞാൻ അങ്ങ് പറയാം, തുറന്ന് ഓപ്പണായിട്ട് പറയാം. എന്തായാലും കണ്ടക്ടർ ഏട്ടൻ അവിടെയും ടിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കാൻ കാണിച്ച ഒരു മനക്കട്ടിക്ക് ബിഗ് സല്യൂട്ട്. ഇരിക്കട്ടെ, അവരുടെ അനുസരിച്ചോ അങ്ങനെ ഓരോന്ന്. എന്തായാലും നിലവിൽ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവൻ തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കുകയും ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ മാപ്പ് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. പക്ഷെ ഞാനൊരിക്കലും അത് അംഗീകരിക്കത്തില്ല. ഇവൻ ഇതുപോലെ എത്ര പിള്ളേരെടുത്ത് ചെയ്തതാണ്, ഇതിൽ എത്ര പേര് പ്രതികരിച്ചതാണ്. ഇനി ഇവൻ എത്ര പേരെടുത്ത് ചെയ്യും, ഇവന് തക്കതായ ശിക്ഷയും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ ഇവൻ ഇനിയും ചെയ്യും. അങ്ങനത്തെ സമ്പൂർണ്ണ അപരാധികളാണ് ഇവനൊക്കെ പോലെയുള്ള നാടുകൾ. എന്തായാലും ഇതുപോലത്തെ ഈ ഒരു വിഷയവുമായി റിലേറ്റ് ചെയ്തിട്ട് വേറൊരു കുട്ടി നെയ്യാറ്റിൻകര ടു ട്രിവാൻഡ്രം പോയിട്ടുള്ള ഒരു യാത്ര പോയ ഒരു കുട്ടി, ആ കുട്ടിയുടെ അനുഭവം പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ നെയ്യാറ്റിൻകരയാണ് വർക്ക് ചെയ്തിരുന്നത്. ഞാനും ട്രിവാൻഡ്രം, തമ്പാനൂർ ടു നെയ്യാറ്റിൻകര ഡെയിലി റെഗുലർ ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കും ഇതേപോലെ നെയ്യാറ്റിൻകര റൂട്ടിന് ഓടുന്ന ബസ്സിൽ നിന്ന് എനിക്ക് ഈ KSRTC ബസ്സിൽ നിന്ന് എനിക്കിങ്ങനെ ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു മോളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത ഈ വ്യക്തിയില്ലേ, അപ്പൊ ഇയാളുടെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. അത് മാത്രമല്ല, കണ്ടക്ടറും എനിക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. എനിക്ക് ഇങ്ങനെ സംഭവിച്ച സമയത്തും ഈ വ്യക്തി അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് മാത്രമല്ല, അത് ഡെയിലി സംഭവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നണം. കാരണം എന്റെ അപ്പുറത്തിരുന്നിരുന്ന ഒരു ആന്റിയും പറഞ്ഞു ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് അത് കണ്ടപ്പോ ഒന്ന് അത് തന്നെയാണോ ആളെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു എന്നുള്ളൂട്ടോ. എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇയാളെ പറ്റി അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ഹെൽപ്പ് യു. പക്ഷെ എനിക്ക് ഒന്നും അറിയില്ല കേട്ടോ. ഈ മോന്റെ മോന്ത കണ്ടപ്പോ ആ കുട്ടിക്കും സംശയം, തനിക്കും അവന്റെ കയ്യിലൊന്നും ഇങ്ങനത്തെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ നെയ്യാറ്റിൻകര ടു തമ്പാനൂർ പോയ സമയത്ത് എന്നാണ് ആ കുട്ടിക്കും ഡൗട്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഇത് സ്ഥിരം പരിപാടിയാണ്. അവൻ എവിടെ കയറി പിടിച്ചെന്നുണ്ട് അവന്റെ ഇങ്ങനെടാ സത്യം പിടിച്ചവനെ പിഴണം. അവന്റെ രണ്ടുപേരിൽ ഇങ്ങനെ കയറ്റി അവൻ പിടിക്കുകയാണ്. ഇവൻ എന്ത് സുഖമാടാ ഇതിന്ന് കിട്ടിയത്, എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണോ നിനക്ക് കിട്ടിയത്? ഇങ്ങനെ ഒരു രണ്ടു വിരൽ കയറ്റി ഇങ്ങനെ നീ ചെയ്തപ്പോ സമ്പൂർണ്ണ മോൻ. ബാക്കി ആ കുട്ടി പറയുന്ന കേട്ടോക്കെ. ഒരു 1.5 വർഷം മുമ്പ് നടന്നൊരു സംഭവം കേട്ടോ. ഇപ്പം ഞാൻ സത്യത്തിൽ നാട്ടിലില്ല. എന്തായാലും ഭയങ്കര എന്താ പറയാ റെസ്പെക്ട് ഉണ്ട് മോളുടെ അടുത്ത്. കാരണം എനിക്കിങ്ങനെ സംഭവിച്ച സമയത്ത് ഞാൻ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ഒരു അത്രയും പ്രഷറൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊരാളിങ്ങനെ എന്താ പറയാ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഭാഗത്തിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വീഡിയോ എടുക്കാൻ കാണിച്ച ധൈര്യം സമ്മതിച്ച് തന്നിരിക്കുന്നു. എനിക്ക് ഞാൻ പേഴ്സണലി ബിലീവ് ദാറ്റ് എനിക്ക് നല്ല ഒരു എന്താ പറയാ മനക്കെട്ടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുന്ന ഒരാളായിട്ട് പോലും എനിക്കത് സാധിച്ചില്ല. റിയലി പ്രൗഡ് ഓഫ് യു. ഇങ്ങനെ തന്നെ ചെയ്യണം. അടിപൊളി ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുണ്ട്. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു യു. എന്തായാലും ഞാൻ പെൺപിള്ളേർക്കൊരു ഉപദേശം ഫ്രീ ആയിട്ട് അങ്ങനെ തരാം. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഇതുപോലൊരു മോശം അനുഭവം ഉണ്ടായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഇതുപോലെ വീഡിയോ അങ്ങ് എടുക്കണം. സത്യം വീഡിയോ അങ്ങ് എടുക്കണം. നിങ്ങളെ ദേഹത്തൊരുത്തം തൊട്ട് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ ഒരുത്തം നിങ്ങളുടെ മേലിൽ തൊട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ആദ്യം വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ നേരെ ആടിച്ചങ്ങ് തെറിപ്പിക്കണം. വേറെ തിരിഞ്ഞും പിന്നെ നോക്കാമൊന്നുമില്ല, ഒന്നുമില്ല നോക്കാൻ, ആടിച്ചങ്ങ് തെറിപ്പിക്കണം. അതിന്റെ പിന്നാലെ വരുന്ന വള്ളിക്കിട്ടങ്ങ് സഹിക്കുക. അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. പിടിച്ച് തൂക്കത്തൊന്നുമില്ലല്ലോ. ഇങ്ങനെ സമ്പൂർണ്ണ അപരാധനം കാണിക്കണമാർക്കെതിരെ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അടിച്ച് തെറിപ്പിക്കുന്ന പിള്ളേർക്കെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ അമിക്കിത്തൂറ് പിണ്ടങ്ങൾ പോലെ നിൽക്കാതെ നാട്ടുകാരെന്ന് പറയുന്നവന്മാരൊക്കെ ഒന്ന് ഇടപെടണം കേട്ടാ. നിങ്ങളുടെ മക്കൾക്ക് മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് മാത്രം പ്രശ്നം വന്നാലേ നിങ്ങൾ ഇടപെടുമെന്നാണെങ്കിൽ എന്റെ പൊന്നണ്ണന്മാരിത്തിരി കളഞ്ഞിട്ട് പോകും. എനിക്ക് വേറെ ഒന്നും പറയല്ല. ആ കണ്ടക്ടർ അണ്ണ അവിടെ നിന്ന് ടിക്കറ്റ് അടിക്കാൻ കാണിക്കുന്ന ആ ഒരു ഗൗരവത്തിന് ഒന്നും കാണാതെ പോകരുതാരും. ഓരോന്നൊക്കെ എന്ത് പാടെ ആൾക്കാര്. എനിക്കറിയാം വല്ലാത്തൊരവസ്ഥയാണ്. ഞാനും എന്ത് കണ്ടാലും ഞാൻ എന്താ പറയാ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്താ പറയാ അയാള് ഈ കണ്ടക്ടറിനെ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്താ പറയാ
വെടികൊണ്ട പന്നിയെ പോലെ ഇങ്ങനെ നിൽക്കുക. അല്ലാതെ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആമ്പിള്ളേർക്കൊക്കെ ഇതിന്റെ അപ്പുറം സംഭവിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ ആരാണെങ്കിലും ഒരാൾക്കെതിരെ ഒരു അട്രോസിറ്റി നടക്കുന്ന സമയത്തൊന്ന് വാതർന്ന് മിണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് പിടിച്ച് പുറത്താക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ചെയ്യില്ല. എനിക്ക് അനുഭവം ഉള്ളതാണ്. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നാട്ടിലില്ലാട്ടോ, ഞാൻ UK-ലാണ്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ ചൈനീസ് ഉണ്ട്, അതുപോലെ റൊമേനിയൻസ് ഉണ്ട്, നേപ്പാളീസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്താ പറയാ ഒരു റീലൊക്കെ കാണിച്ചിട്ട് അതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ച് നമ്മളുടെ എന്താ പറയാ നാട്ടിലങ്ങ് ഭയങ്കര ലൈംഗിക ദാരിദ്ര്യമുള്ളൊരു നാടാണ്, ഓൾറെഡി ആണ്. പക്ഷെ പുറത്തുള്ളവർ പോലും ഇന്റർനാഷണലി പോലും അങ്ങനെ കാണിക്കുന്ന രീതിയിലാണ് ഇപ്പൊ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പല കാര്യങ്ങൾ കൊണ്ട് നാട് മടുത്തിട്ടാണ് നമ്മളൊന്ന് മുമ്പോട്ട് വരുന്നത്. ഇവിടെ വരുമ്പോഴും നമ്മൾ കാണും കേൾക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ നാടിനെ പറ്റി കുറ്റം പറയുന്നത് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സത്യമാണ്, അതേ പറയാൻ നിവൃത്തിയുള്ളൂ. അതെ, ഇത് തന്നെയാണ്, സത്യം തന്നെയാണ്. അല്ലാതെ സമ്മതിച്ചു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ല. ഈ വയസ്സാകാലത്തൊക്കെ ഇവനൊക്കെ എന്തിന്റെ കേടെന്നാണ് ഞാൻ സീരിയസ്ലി ആലോചിക്കുന്നത്. സത്യം, എന്തിന്റെ കേടാണ് ഇവനൊക്കെ ഈ വയസ്സാകാലത്ത്? വീട്ടിൽ പെണ്ണും പിള്ള ഒന്നും സഹകരിക്കണില്ലേ? ഒന്നും സഹകരിക്കണില്ലേ ഒരു തരത്തിലും? വീട്ടിൽ പോയി പിടി, അല്ലാണ്ട് വഴി കാണോ വല്ലവന്റെ മക്കളൊക്കെ അല്ല പിടിക്കേണ്ടത്. എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞാലേ ഞാൻ കൂടി പോകും. ഇവിടെ കുറച്ച് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും കാര്യങ്ങളുണ്ട് യൂട്യൂബിന്. അല്ലെങ്കിൽ ഞാൻ പച്ചയ്ക്ക് ഞാൻ വിളിച്ച് പറയുന്നു ഇമാതിരി പരിപാടി കാണിക്കുന്ന നമ്മരെ. സത്യം പിള്ളേരെ നിങ്ങൾ പ്രതികരിക്കണം കട്ടയ്ക്ക് സ്പോട്ടിൽ നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ. അല്ലാതെ നാളേക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ആരെങ്കിലും വന്ന് പറയുമെന്ന് പറഞ്ഞു കൊണ്ടൊന്നും ഇരിക്കരുത്. ഈ വഴി നിൽക്കണ ഒരുത്തനും ഇടപെടത്തില്ല. അവന്മാരൊക്കെ ഇങ്ങനെ തന്നെ. കണ്ടക്ടർ ടിക്കറ്റ് അടിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സിന് സൂപ്പർ അടിപൊളി. എന്തായാലും ഇവനൊക്കെ എതിരെ തക്കതായ നടപടികൾ എടുക്കണം. പെൺകുട്ടി മോളെ, നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് പലതും കരഞ്ഞ് കാല് പിടിക്കും. കേൾക്കരുത്, അതൊന്നും കേൾക്കരുത്. ഇവനൊക്കെ ഇനിയും ആവർത്തിക്കും, അതേ നടക്കത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യൂ. ആർക്കെങ്കിലും ഇതേപോലത്തെ മോശം അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ എടുക്കൂ, അവനൊക്കെ എക്സ്പോസ് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.